സൗദി അറേബ്യയിലെത്തുന്ന സന്ദർശക വിസക്കാരെ കാത്തിരിക്കുന്നത് വമ്പനവസരം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിലെത്തുന്ന സന്ദർശക വിസക്കാരെ കാത്തിരിക്കുന്നത് വമ്പനവസരമാണ്. സന്ദർശക വിസയിലെത്തുന്ന വിദേശികൾക്ക് അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസുകളും രാജ്യത്ത് അംഗീകാരമുള്ള വിദേശ ലൈസൻസുകളും ഉപയോഗിച്ച് വാഹനം ഓടിക്കാവുന്നതാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുകയാണ്. സൗദിയിൽ പ്രവേശിച്ച് പരമാവധി 1 വർഷം വരെയോ ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതുവരെയോ സന്ദർശക വിസക്കാർക്ക് ഈ രീതിയിൽ തങ്ങളുടെ അന്താരാഷ്ട്ര ലൈസൻസുകൾ ഉപയോഗിച്ച് രാജ്യത്തെ റോഡുകളിൽ വാഹനം ഓടിക്കാൻ അനുമതിയുണ്ടെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം സൗദിയിലെ അൽഹസയിൽ വനിതകൾക്ക് മാത്രം ജോലി ചെയ്യാവുന്ന ടാക്സി കമ്പനി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 500ഓളം വരുന്ന വനിതാ ഡ്രൈവർമാരാണ് കമ്പനിയിലെ ജീവനക്കാർ. അൽഹസയിൽ നിന്നും കിഴക്കൻ പ്രവിശ്യയിലെ മറ്റു നഗരങ്ങളിലേക്കും തലസ്ഥാന നഗരമായ റിയാദിലേക്കുമാണ് വനിതാ ടാക്സികൾ സർവീസ് നടത്തിവരുന്നത്. അതോടൊപ്പം തന്നെ സൗദിയിൽ വനിതകൾ ഓടിക്കുന്ന ഓൺലൈൻ ടാക്സികളും ഒറ്റപ്പെട്ട സിറ്റി ടാക്സി സർവീസുകളും ധാരാളമുണ്ടെങ്കിലും ആദ്യമായാണ് വനിതാ ഡ്രൈവർ മാത്രം ജോലി ചെയ്യുന്ന ഒരു ടാക്സി കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തനം രാജ്യത്തേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്കും വിദേശികൾക്കും സ്വദേശികൾക്കുമായി രാജ്യത്തെ സ്ഥിര താമസക്കാർക്കും സുരക്ഷിതത്വം സ്വകാര്യതയും നൽകുന്ന പുത്തൻ യാത്രാനുഭവങ്ങൾ നൽകുമെന്ന് കമ്പനി ഉടമ സ്വാലിഹ് അൽ മാജിദ് പറഞ്ഞു. കൂടാതെ ഡ്രൈവർമാരിൽ അധികവും വാഹന മേഖലയിൽ കൂടുതൽ പരിചയവും മെക്കാനിക്കൽ റിപ്പയർ ഉൾപ്പെടെയുള്ളവയിൽ വൈദഗ്ധ്യവുമുള്ളവരാണ്. അൽഹസയിൽ നിന്ന് ദമാം, അൽഹസ വിമാനത്താവളം, റെയിൽവേ, ബസ് സ്റ്റേഷനുകൾ, കിഴക്കൻ പ്രവിശ്യയുടെ വ്യത്യസ്ത മേഖലകൾ, തലസ്ഥാന നഗരമായ റിയാദ് തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് പ്രധാനമായും സർവീസുകൾ നടത്താൻ സജ്ജീകരിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.